വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് നോക്കാനുള്ളത് 3-ലെ നാളത്തെ വിഷയമായ അഖീദയുടെ കുറച്ച് 3-4 ചോദ്യപേപ്പറുകളുണ്ട്. അത് മൊത്തത്തിൽ ഒറ്റ വീഡിയോയിലായിട്ട് നമുക്ക് ചെയ്യാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ബട്ടൻ്റെ കുറച്ച് അപ്പുറത്ത് ഹൈപ്പ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഹൈപ്പ് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് അഖീദയിലെ ചോദ്യോത്തരങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ആദ്യ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. ഇവിടെ കാണുന്ന ഈ കുളത്തിൽ കാണുന്ന വാക്കുകൾ യോജിച്ച ഭാഗത്തേക്ക് എഴുതിയെടുക്കുക. ഒന്നാമത്തത്, ദുനിയാവിലെ തീയിനേക്കാൾ ഡാഷ് ഇരട്ടി ചൂടുള്ള തീ കൂണ്ടാണ് നരകം. ഏതാണ് യോജിച്ചത്? 79 എന്ന് കാണാം. ഇതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത് കേട്ടോ. 2, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും എവിടെ? എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒറ്റ സ്ഥലമുള്ളൂ, അത് മഹ്ശറാണ്. 3, ശരിയായി ഉത്തരം പറഞ്ഞാൽ അവരുടെ ഖബർ തോപ്പാക്കപ്പെടും. എന്ത്? ശരിയായ ഉത്തരം പറഞ്ഞാൽ എന്താകും? അവരുടെ ഖബർ സ്വർഗ തോപ്പാകും. 4, ഉലുൽ അസ്മുകൾ എത്ര പേരാണ്? ഉലുൽ അസ്മുകൾ 5 പേരാണ്. 5 പേരെ കാണാതെ പഠിക്കണം. പരീക്ഷയിൽ ചിലപ്പോൾ മുഴുവനായിട്ടും ചോദിക്കുക, അതല്ലെങ്കിൽ വിട്ട ഭാഗം ഓരോ നബിമാരെയും എഴുതി കൊടുക്കേണ്ട പ്രവർത്തനമായിട്ട് വരും ചെയ്യാം. 5, വതവക്കൽ അലൽ ഹയ്യില്ലദി ഡാഷ്. ബ്രാക്കറ്റിൽ കാണാം ലാ യമൂതു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. ഓരോ ചോദ്യങ്ങളും വായിച്ച ശേഷം അതിന് 2 വീതം ഉദാഹരണം എഴുതണം. 1, പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങൾ. പരലോക വിശ്വാസത്തിൽപ്പെട്ടതാണ് സ്വർഗം, നരകം, അതുപോലെ ഖബർ ജീവിതം, മഹ്ശർ, മീസാന്, അതുപോലെ തന്നെ സിറാത്ത്. ഇതൊക്കെ പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. 2, ഉലുൽ അസ്മുകൾ 5 പേരാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് നൂഹ് നബി അലൈഹിസ്സലാം, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. അങ്ങനെ 5 പേരാണ്. 3, ഖുർആനിനോട് കാണിക്കേണ്ട അദബുകൾ. നാം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. അപ്പോൾ ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദകൾ നമ്മൾ 1-ാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണം, എങ്ങനെയാണെന്ന് 1-ാമത്തെ പാഠത്തിലല്ല, 4-ാമത്തെ പാഠത്തിൽ. അതിൽ പറയുന്നുണ്ട്, അതിൻ്റെ മേലെ ഒന്നും വെക്കാവതല്ല, ഒന്നും വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ശുദ്ധി ഇല്ലാതെ അത് തൊടാനോ അതല്ലെങ്കിൽ ചുമക്കാനോ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ മേലെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. അതുപോലെ നിയമാനുസരണമല്ലാതെ അതിനെ ഓതാൻ പാടില്ല. ഇതൊക്കെ അതിനോട് കാണിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. ഇനി 4, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. അത് 1-ാമത്തെ പാഠത്തിൽ കുറേ പറയുന്നുണ്ട്. അതിലേത് ഈ 2 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഇന്ന തന്നെ വേണം എന്നില്ല. 1-ാമത്തെ, അള്ളാഹു ഒരുവനാണ്, അവനൊരു കൂട്ടുകാരനുമില്ല, അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അതുപോലെ അവൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയും ഇല്ല. ഇതൊക്കെ ഈ ചോദ്യം ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് ഉത്തരം എഴുതാമെന്നുള്ള പ്രവർത്തനമാണ്. 1, പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങൾ ഏതെല്ലാം? പരലോകത്ത് തയ്യാറാക്കി വെച്ച 2 ഭവനം സ്വർഗവും നരകവുമാണ്. 2, മീകായിൽ അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്താണ്? മീകായിൽ അലൈഹിസ്സലാമിന് ഓരോ നബിമാർക്കും ഓരോ ചുമതലകളുണ്ട്. അത് മീകായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ചുമതലയാണ് ഇടി, മിന്ന്, അതുപോലെ മഴ, കാറ്റ്, റിസ്ഖ് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ് മീകായിൽ അലൈഹിസ്സലാം. അടുത്ത ചോദ്യം 3-ാമത്തത്, ഖുർആൻ അവതരണ പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ്?
എത്ര വർഷം എടുത്തു? 23 വർഷമാണ് ഖുർആനിൻ്റെ അവതരണം പൂർത്തിയായത്. 23 വർഷം കൊണ്ടാണ്. 4. നബിയുടെ വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരെല്ലാം? മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം നബിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി 5. ഖബർ സ്വർഗത്തോപ്പാകും ആർക്ക്? ശരിയായി ഉത്തരം പറഞ്ഞവർക്ക്. 6. ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതുന്നത് എപ്പോൾ? ഇത് ചോദ്യത്തിൻ്റെ അല്ല കേട്ടോ, ഇതിൻ്റെ വാക്യാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത് ഊതുന്നത് എപ്പോഴാണ്? 40 വർഷത്തിന് ശേഷമാണ് രണ്ടാമത് ഊതുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, എന്താണ് മരണം? എന്താണ്? ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിച്ച് അർത്ഥം എഴുതാമെന്നുള്ളതാണ്. ഇവിടെ കാണാം, ഇന്നാ നഹനു ഡാഷ് ലഹാഫിളൂൻ, ഇന്നാ നഹനു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് ഖുർആൻ ആയത്താണ്. ഇതിൻ്റെ അർത്ഥം പഠിച്ചു വെക്ക്, നിർബന്ധമാണ് കേട്ടോ. ഇതിൻ്റെ അർത്ഥം നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. 2. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നതാണ്. അതും ഇതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട നിർബന്ധമായ ഒന്നിൽപ്പെട്ടത്. അതിൻ്റെ അർത്ഥം സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. ഇനി അതിലെ അവസാനത്തെ പ്രവർത്തനം നോക്കാം. പട്ടിക പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഇവിടെ പ്രവാചകന്മാരുടെ പേരും തൊട്ടടുത്ത കോളങ്ങളിൽ കിതാബുകളുടെ പേരുകളും അതിൻ്റെ ഭാഷകളുമാണ് എഴുതി കൊടുക്കേണ്ടത്. ഒന്നാമത്തെ പ്രവാചകൻ, അതായത് കള്ളിയിലെ ഒന്നാമത്തെ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടിയ കിതാബ് ഏതാണ്? തൗറാത്ത് കേട്ടോ. അതിൻ്റെ ഭാഷ ഇബ്രാനി ഭാഷ. 2. ഇവിടെ കിതാബ് തന്നിട്ടുള്ളത് പ്രവാചകനും ആ കിതാബിൻ്റെ ഭാഷയും തന്നിട്ടില്ല. അപ്പോൾ സബൂർ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ദാവൂദ് നബി അലൈഹി സ്വലാമിനാണ്. അതിൻ്റെ ഭാഷയോ യുനാനി ഭാഷ. ഇനി അടുത്തത് പ്രവാചകനും തന്നിട്ടില്ല, അതിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയ ആ പ്രവാചകന് കിട്ടിയ കിതാബിൻ്റെ പേരും തന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ ഭാഷ എഴുതിയിട്ടുണ്ട്, സുരിയാനി എന്ന് പറയും. അത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കിതാബായ ഇഞ്ചീലാണ്. ഇഞ്ചീൽ എന്ന കിതാബിൻ്റെ ഭാഷയാണ് സുരിയാനി. അത് ലഭിച്ചത് ഈസാ നബി അലൈഹി സ്വലാമിനും. ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് ലഭിച്ച കിതാബ് ഏതാണ്? ഖുർആനുൽ അളീം. അതിൻ്റെ ഭാഷ അറബി ഭാഷയാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പേപ്പറാണ് നോക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനമാണ് ശരിക്ക് ശരി നൽകാമെന്നുള്ളത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. പരലോക വിശ്വാസത്തിൽ പെടാത്തത്. ഇതിൽ പെട്ട കാര്യങ്ങളുണ്ട്, പെടാത്ത കാര്യങ്ങളുണ്ട്. പെടാത്ത കാര്യത്തിന് ശരിയിടണം. ജീവിതം, മഹ്ഷർ, മീസാൻ, സ്വർഗം. ഇതിൽ അവസാനം പറഞ്ഞ 3 നമ്മൾ പരലോക വിശ്വാസത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതാണ് ശരിയല്ലാത്തത്. അപ്പം അതിന് ശരിയിട്ട് കൊടുക്കുക. കൂട്ടത്തിൽ പെടാത്തതാണല്ലോ ശരിയിട്ട് കൊടുക്കേണ്ടത്. 2. ആദം നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട ഏടുകൾ 50 എന്നുണ്ട്, 10 എന്നുണ്ട്, 100 എന്നുണ്ട്, പിന്നെ 30 എന്നുണ്ട്. 10 ഏടുകളാണ് ആദം നബി അലൈഹി സ്വലാമിന് ലഭിച്ചത്. 10 ഏടുകൾ കേട്ടോ. 3. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. നബിമാർക്കാണോ, മനുഷ്യർക്കാണോ, മലക്കുകൾക്കാണോ, ജിന്നുകൾക്കാണോ? അത് മലക്കുകൾക്കാണ്. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് തീറ്റയോ കുടിയോ ഇല്ല. ഇതൊക്കെ പഠിച്ചതല്ലേ. മലക്കുകളുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാം. മലക്കുകളുടെ വിശേഷണങ്ങൾ. 4. നാം തീരുമാനിച്ച പലതും നടക്കാതെ പോകുന്നു. മറവി കാരണം, അസുഖം കാരണം, അള്ളാഹു ഉദ്ദേശിക്കാത്തത് കാരണം. ശരിയായത് ഏതാണ്? അവസാനത്തെ തന്നെ അല്ലേ. അള്ളാഹു ഉദ്ദേശിക്കാത്തത് കാരണമാണ്. 5. പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച ഭവനം അതേതാണ്? ഖബറാണോ, സ്വർഗമാണോ, മഹ്ഷറാണോ, സിറാത്താണോ? അത് സ്വർഗം. തയ്യാറാക്കി വെച്ച
ഭവനം. 2 ഭവനങ്ങളുണ്ട്, സ്വർഗ്ഗവും നരകമുണ്ട്. ഇതിൽ കൊടുത്തുള്ളത് സ്വർഗ്ഗമാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് പട്ടിക പൂർത്തിയാക്കാം എന്നുള്ളത്. ഇവിടെ മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ ജോലിയല്ല, അവരുടെ ആ പേരുകൾ പൂർത്തിയാക്കാനാണ്. അല്ല, ജോലി തന്നെയാണ് എഴുതേണ്ടത്. പൂരിപ്പിക്കാനാണെങ്കിൽ ആകെ കുറച്ച് പേരേ ഉണ്ടാവും ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ജോലി തന്നെയാണ് എഴുതേണ്ടത്. മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം അവരെന്താണ്? ഖബറിൽ ചോദ്യം ചെയ്യുക എന്നതാണ് അവരുടെ ജോലി. ഇനി റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം 2 മലക്കുകളാണ്. അവർ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളാണ്. ഇനി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിന് കിട്ടിയ കിതാബിൻ്റെ പേര് ഇവിടെ എഴുതണം. സബൂർ, അത് യുനാനി ഭാഷയിലാണ്. പിന്നെ ഇവിടെ പ്രവാചകനെ തന്നിട്ടില്ല, പക്ഷേ തൗറാത്താണെന്ന് മനസ്സിലായി. തൗറാത്ത് ആർക്കാണ്? മൂസാ നബിക്കാണ്. തൗറാത്ത് മൂസാ നബിക്കാണ്. തൗറാത്തിൻ്റെ ഭാഷയോ ഇബ്രാനി ഭാഷയാണ്. അടുത്തത് ഈസാ നബി അലൈഹിസ്സലാം, കിതാബ് ഇഞ്ചീൽ, അതിൻ്റെ ഭാഷയാണ് സുരിയാനി. ഇനി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ കിതാബോ ഖുർആനുൽ അദീം, അതിൻ്റെ ഭാഷ അറബി ഭാഷ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം, പൂർത്തിയാക്കാം എന്നുള്ളതാണ്. വരി പൂർത്തിയാക്കി കൊടുക്കുക. മഹ്ശറിൽ വെച്ച് ഡേഷ് നടത്തപ്പെടും. മഹ്ശറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? വിചാരണ നടത്തപ്പെടും. 2 ചെറുതും വലുതുമായ ഡേഷ് വെളിവാക്കപ്പെടും. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും വെളിവാക്കപ്പെടും, അവർക്ക് വെളിവാക്കപ്പെടും. 3 ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത്. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏതാണ്? മലക്കുകളിലുള്ള വിശ്വാസമാണ്. 4 ഏത് കാര്യവും ഡേഷ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏത് കാര്യവും അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 5 ഖുൽ ലൻ യുസീബന ഇല്ലാ മാ ഡാഷ് ലനാ. അത് പൂരിപ്പിച്ചു കൊടുക്കാം. ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. അത് അവസാനത്തെ 10ാമത്തെ പാഠത്തിൽ കാണാം. അതിൻ്റെ അർത്ഥം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം. 1 ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. എന്തിനാണ്? വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2 മലക്കുകൾ ആരാകുന്നു? ആരാണ്? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. 3 നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? ഇഹപര വിജയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ചോദ്യം 4 ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണ്. 5 എന്താണ് മരണം? ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ് മരണം. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് 4 എണ്ണം എഴുതാം എന്നുള്ളത്. ഇവിടെ പരലോക വിശ്വാസത്തിൽപ്പെട്ട 4 കാര്യങ്ങൾ എഴുതണം. 1 ഏതാണ്? ഖബർ ജീവിതം. പിന്നെയോ മഹ്ശർ, സിറാത്ത്, സ്വർഗം, ഇനി വേണമെങ്കിൽ നരകം, അതുപോലെ തന്നെ മീസാൻ, ഇതൊക്കെ എഴുതാം. ഇനി നമുക്ക് അടുത്ത പേപ്പർ നോക്കാം. ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. യോജിച്ച് താഴേക്ക് എഴുതിയെടുക്കണം. 1 അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അറിയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ മാത്രം താഴേക്ക് എഴുതിയെടുക്കുക, അല്ലാത്തവയുടെ എഴുതിയെടുക്കരുത്. അത് ലാസ്റ്റ് എഴുതിയെടുക്കുക കേട്ടോ. 2 നരകം കാക്കുന്ന മലക്ക്. നരകം കാക്കുന്ന മലക്കാണ് ആര്? മാലിക് അലൈഹിസ്സലാം. ഇനി 3 ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശം.
ഏതാണത്? ഖുർആൻ. ലോകാവസാനം വരെയുള്ള എല്ലാ ജനങ്ങൾക്കും മാർഗനിർദ്ദേശമാണ്. 4 എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം, അതാണ് ഏത്? മഹ്ശർ. 5 മുർസലുകൾ ആകെ ഡാഷ്. എത്ര പേരാണ്? 313 പേർ. അപ്പോൾ ഈ പ്രവർത്തനം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ് കേട്ടോ. ഓരോ വരിയും പൂർത്തിയാക്കി കൊടുക്കാം. 1 പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് ഡാഷ്. ആരാന്ന് അവിടെ എഴുതി കൊടുക്കാം. മലക്കുകൾ. 2 പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും ഡാഷ്. അവിടെ വിട്ടുപോയത് കഴിയുകയില്ല എന്നാണ്. ഇനി അടുത്തത് 3 നിയമാനുസൃതം അല്ലാതെ ഖുർആൻ ഓതാൻ ഡാഷ്. നിയമാനുസൃതം അല്ലാതെ ഖുർആൻ ഓതാൻ പാടില്ല. 4 നുബുവത്തിന് മുമ്പും ശേഷവും പ്രവാചകന്മാരിൽ നിന്ന് ഒരു തെറ്റും ഡാഷ് സംഭവിക്കുന്നതല്ല. 5 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ്. അവിടെ വരേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ടവരാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പട്ടിക പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഇവിടെ മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്ന് കൊടുത്തിട്ടുണ്ട്. മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഖബറിൽ ചോദ്യം ചോദിക്കലാണ്. 2 ഡാഷ്. മലക്കിൻ്റെ പേര് എഴുതിയിട്ടില്ല, പക്ഷേ അവിടെ നന്മ തിന്മകൾ എഴുതൽ എന്ന് അവരുടെ ജോലി എഴുതിയിട്ടുണ്ട്. ആരാണ്? റഖീബ്, അതീദ് എന്ന 2 മലക്കുകളാണ്. 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താണ്? സൂർ എന്ന കാഹളത്തിൽ ഊതൽ. 4 ഡാഷ്. മലക്ക് ഏതാണെന്നറിയില്ല, പക്ഷേ സ്വർഗം കാക്കലാണ് ആ മലക്കിൻ്റെ ജോലി. ഏതാണ് ആ മലക്ക്? സ്വർഗം കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാം. സ്വർഗം കാക്കലാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനം. ചോദ്യം 1 പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങൾ ഏതെല്ലാം? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്വർഗവും നരകവും. 2 നന്മ കൂടിയവർക്ക് ലഭിക്കുന്നത് എന്താണ്? സ്വർഗം. 3 നബിയുടെ വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരെല്ലാം? ആരൊക്കെയാണ്? മുൻകഴിഞ്ഞ പ്രവാചകന്മാർ. ഇനി അടുത്ത ചോദ്യം 5 പ്രവാചകന്മാർ ആരാകുന്നു? ആർക്കാണ് പ്രവാചകന്മാർ എന്ന് പറയുക? അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ വഹ്യ് മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാർ. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാമെന്നുള്ളത്. 1 ഇന്നാ നഹനു ഡാഷ് ദിക്റ വ ഇന്നാ ലഹു ഡാഷ്. ഇന്നാ നഹനു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് നിർബന്ധമായി പഠിച്ചു വെക്കുക, കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. 2 മഹ്ശർ ഡാഷ് സിറാത്ത് ഡാഷ് നരകം മുതലായവയിലെല്ലാം നാം ഡാഷ്. അത് പൂരിപ്പിച്ചു കൊടുക്കാം. അത് അൽ ഖബർ എന്നുള്ള പാഠത്തിലുണ്ട്. മഹ്ശർ, അതുപോലെ മീസാൻ, സിറാത്ത്, സ്വർഗം, നരകം മുതലായവയിൽ എല്ലാം നാം വിശ്വസിക്കണം എന്നാണ് കേട്ടോ. അവിടെ ഖബർ ജീവിതം എന്നുണ്ടതിന് മുമ്പ് അത് വിട്ടുപോയതാണ്. 3 ഖബർ ഒന്നുകിൽ സ്വർഗ ഡാഷ് അല്ലെങ്കിൽ നരക ഡാഷ്. അവിടെ വിട്ടുപോയത്
പൂരിപ്പിച്ചു കൊടുക്കുക. ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പായിരിക്കും, അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും. ഇനി ഈ ചോദ്യപേപ്പറിലെ അവസാനത്തെ പ്രവർത്തനം അർത്ഥം എഴുതാനുള്ളതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇതിൻ്റെ അർത്ഥവും നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. ഇത് പറഞ്ഞതാരാണ്? അള്ളാഹു ആണ്. ശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറഞ്ഞതാണ്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, ഇതാര് പറഞ്ഞു? ഇത് അള്ളാഹു പറഞ്ഞതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യപേപ്പറാണ് നോക്കാൻ പോകുന്നത്. യോജിച്ചവ ചേർക്കാം എന്നുള്ള പ്രവർത്തനമാണ്. 1. സ്വർഗം കാക്കുന്ന മലക്ക്. അതിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങോട്ട് ശരിക്കും എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. റിദ്വാൻ അലൈഹിസ്സലാം. 2. ഖുർആൻ അവതരണം പൂർത്തിയായി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23 വർഷം എടുത്തു ഖുർആൻ പൂർത്തിയാക്കപ്പെടണമെങ്കിൽ 23 വർഷം എടുത്തു. 3. അമ്പിയാക്കളിൽ ശ്രേഷ്ഠർ. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുർസലുകൾ. അത് താഴത്ത് കാണാം, മുർസലുകൾ. 4. സൃഷ്ടികളിൽ അത്യുന്നതർ. ഏറ്റവും ഉത്തമരായത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും ഉത്തമരായവർ. ഇനി 5. അമലുകൾ തൂക്കപ്പെടും. അമലുകൾ തൂക്കപ്പെടുന്നത് എന്തിലാണ്? മീസാൻ എന്ന തുലാസിലാണ്. അപ്പോൾ ഈ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരിയും തെറ്റിന് തെറ്റും നൽകാനാണ്. അപ്പോൾ അത് ശരിയാണെങ്കിൽ ശരി ഇടണം, തെറ്റാണെങ്കിൽ തെറ്റു ഇടണം. 1. മരണം എന്നത് നശിക്കലല്ല. ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. മരണം എന്നത് നശിക്കലല്ല, മറിച്ച് എന്താണ്? ഒരു ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക് മാറലാണ്. 2. അമലുകളെല്ലാം സിറാത്തിൽ തൂക്കപ്പെടും. ശരിയാണോ തെറ്റാണോ? സിറാത്തിലല്ലല്ലോ, മീസാൻ എന്ന് പറയുന്ന തുലാസിലല്ലേ തൂക്കുക. അപ്പം അത് തെറ്റാണ്. 3. അള്ളാഹു നമുക്ക് കണക്കാക്കിയത് മാത്രമേ സംഭവിക്കൂ. ശരിയാണോ തെറ്റാണോ? അള്ളാഹു കണക്കാക്കിയത് മാത്രമല്ലേ സംഭവിക്കുന്നത്. ശരിയാണ്. അള്ളാഹു കണക്കാക്കാത്തൊന്നും നമുക്ക് ലഭിക്കൂല. ഇനി 4. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് കിതാബുകളിൽ വിശ്വസിക്കൽ. ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. മലക്കുകളിൽ വിശ്വസിക്കലാണ് രണ്ടാമത്തത്. 5. റൂഹുകളെ പിടിക്കുന്ന മലക്കാണ് ഇസ്രാഫീൽ. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആരാണ്? ഇസ്രായിൽ അലൈഹിസ്സലാമാണ് റൂഹുകളെ പിടിക്കുന്ന മലക്ക്. ഇനി അടുത്ത പ്രവർത്തനമാണ് പട്ടിക പൂർത്തിയാക്കാം എന്നുള്ളത്. ഇവിടെ ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്, തൗറാത്ത്. അത് ലഭിച്ച പ്രവാചകൻ ആരാണ്? തൗറാത്ത് ലഭിച്ചത് മൂസാ നബി അലൈഹി ഇസ്ലാമിനാണ്. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം എന്ന് എഴുതണം. അതിൻ്റെ ഭാഷയാണ് ഇബ്രാനി ഭാഷ. രണ്ടാമത്തത് കിതാബ് തന്നിട്ടില്ല, പക്ഷെ പ്രവാചകനുണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ എന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ ഭാഷ സുരിയാനി ഭാഷയാണ്. ഇനി സബൂർ, കിതാബ് സബൂറാണ്. ലഭിച്ച പ്രവാചകരോ? ദാവൂദ് നബി അലൈഹി ഇസ്ലാം. അതിൻ്റെ ഭാഷ യൂനാനി ഭാഷ. അങ്ങനെ ആ പ്രവർത്തനവും കഴിഞ്ഞു. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ആരാണ് മുർസലുകൾ? ആർക്കാണ് മുർസലുകൾ എന്ന് പറയാ? അള്ളാഹു 1,24,000 നബിമാരെ അയച്ചിട്ടുണ്ട്. അവരിൽ നിന്നും 313 പേര് മുർസലുകളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയും. പക്ഷേ ആരാണ് മുർസലുകൾ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് നിയമനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത്. മുർസലുകളുടെ എണ്ണവും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ എണ്ണമൊക്കെ ചോദിക്കും. അത് മുഴുവനായിട്ട് പഠിച്ചു വെക്കണം. 2. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? ഇഹപര വിജയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം.
3 കിതാബുകൾക്ക് വിശദീകരണം നൽകിയത് ആരാണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖുർആൻ എന്ന ഗ്രന്ഥം എടുത്തു നോക്കുകയാണെങ്കിൽ നബി തങ്ങളാണ്. അങ്ങനെ ഓരോ ഗ്രന്ഥത്തിനും അതാത് പ്രവാചകന്മാരാണ് വിശദീകരണം നൽകിയത്. അപ്പോൾ നമുക്ക് പ്രവാചകന്മാർ എന്ന് തന്നെ എഴുതി കൊടുക്കട്ടോ, മൊത്തത്തിലാണ് ചോദിച്ചത്. ഇനി കിതാബുകൾക്ക് എന്നല്ല പറഞ്ഞത്. 4 ഖബർ സ്വർഗത്തോപ്പ് ആകും ആർക്ക്? ആർക്കാണ്? ശരിയായ ഉത്തരം പറഞ്ഞവർക്ക്. ഇനി അടുത്ത ചോദ്യം, ഉലുൽ അസുമുകളിൽ നിന്ന് 2 പ്രവാചകന്മാരുടെ പേര് എഴുതാം. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ളത്. 1 പ്രകാശം കൊണ്ട് ഡാഷ് പ്രത്യേക സൃഷ്ടികളാണ് ഡാഷ്. ഇത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇതുപോലെ പൂരിപ്പിക്കാൻ വരും, അതല്ലെങ്കിൽ ആ ചോദ്യം തന്നെ വരും, ആരാണ് മലക്കുകൾ എന്നുള്ള ആ ചോദ്യം തന്നെ വരും. എങ്ങനെ പൂരിപ്പിക്കുക? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. 2 അള്ളാഹു നൽകുന്ന ഡാഷ് അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് ഡാഷ്. എങ്ങനെ പൂരിപ്പിച്ചു കൊടുക്കാം? അള്ളാഹു മനുഷ്യർക്ക് നൽകിയ നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ് കേട്ടോ. 3 നൂഹ് നബി അലൈഹിസ്സലാം ഡാഷ് മൂസ നബി അലൈഹിസ്സലാം ഡാഷ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഉലുൽ അസ്മുകളുടെ പേര് എഴുതി കൊടുക്കാനാണ്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം, പിന്നെ അതിൻ്റെ ഇടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ, കംപ്ലീറ്റ് ആയി 5 പേരാണ്. അപ്പോൾ 1 2 3 4 5. ഇനി അവസാന പ്രവർത്തനം ആശയം എഴുതാം എന്നുള്ളതാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഇത് നമുക്ക് അവസാനത്തെ പാഠത്തിലുണ്ടാവും കേട്ടോ. അവസാന പാഠത്തിൽ ആ കോളത്തിൽ തന്നെ കാണാം. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. മരിക്കാതെ എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ മേൽ നീ ബരമേൽപ്പിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ലൈക്ക് ബട്ടൻ്റെ കുറച്ച് അപ്പുറത്ത് ഹൈപ്പ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് ഹൈപ്പ് എന്നുള്ളത് കൊടുക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി